ഹായ്, ഇന്ന് ഹെൽത്തി ആയിട്ടുള്ളൊരു ജ്യൂസിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ കിവിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. കിവി ഇപ്പോൾ മിക്ക ഫ്രൂട്ട്സ് കടകളിലും അവൈലബിൾ ആയിട്ട് കിട്ടുന്ന ഒരു ഫ്രൂട്ടാണ്. കിവിയുടെ ഗുണങ്ങൾ എല്ലാവർക്കും അറിയാവുന്നതാണ്. നമുക്ക് ഡെങ്കിപ്പനി അതുപോലെ ചില അസുഖങ്ങളൊക്കെ വരുന്ന സന്ദർഭങ്ങളിൽ നമുക്ക് പ്ലേറ്റ്ലെറ്റ് കൗണ്ട് ഒരുപാട് കുറയാറുണ്ട്. അപ്പോൾ അത് പെട്ടെന്ന് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് നമ്മളെ സഹായിക്കുന്ന ഒരു ഫ്രൂട്ടാണ് കേട്ടോ കിവി. അനാറും കൗണ്ട് കൂട്ടാനായിട്ട് നല്ലതാണ്, പക്ഷേ എങ്കിലും അനാറിനേക്കാൾ ഒന്നുകൂടി പെട്ടെന്ന് നമുക്ക് കൗണ്ട് കൂട്ടേണ്ട ഒരു ഐറ്റമാണ് കേട്ടോ കിവി. ഇതിന് ചെറിയൊരു പുളിപ്പ് ഉണ്ടാവും. നമ്മുടെ സ്ട്രോബെറി ഒക്കെ കഴിക്കണ കൂട്ട് ഒരു ചെറിയ പുളിപ്പ് ഈ ഒരു ഫ്രൂട്ടിനുണ്ട്. അപ്പോൾ അത് അങ്ങനെ കഴിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഇങ്ങനെ ജ്യൂസാക്കി കഴിച്ചാൽ മതി കേട്ടോ. അതിനകത്തേക്ക് കുറച്ച് പാൽ കൂടി ആഡ് ചെയ്താൽ ഒന്നുകൂടെ ഹെൽത്തി ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 3 കിവി എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ തൊലി ഒന്ന് മാറ്റി നമുക്ക് കട്ട് ചെയ്തെടുക്കണേ. ഇത് നല്ലപോലെ പഴുത്ത ഫ്രൂട്ടാണെന്നുണ്ടെങ്കിൽ നമ്മൾ കൈകൊണ്ട് തന്നെ ഇങ്ങനെ ഒന്ന് താഴോട്ട് ഇരിയുമ്പോഴേ ഇങ്ങനെ ഇരിഞ്ഞു പോരും. ഇതിപ്പോൾ ഒരുപാട് അങ്ങ് പഴുത്തതല്ല, അതുകൊണ്ട് ഞാൻ ഇതിൻ്റെ തൊലി ഒന്ന് ചെത്തി മാറ്റുന്നുണ്ട് കേട്ടോ. ഇതേപോലെ തൊലി മാറ്റിയതിന് ശേഷം നമുക്കിതിനെ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്ത് മിക്സിയിലിട്ടങ്ങ് അടിച്ചെടുത്താൽ മതിയേ. ഇതേപോലെ എല്ലാം ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തതിന് ശേഷം ഞാനിതെല്ലാം കൂടി മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തു. പിന്നെ അതിലേക്ക് ഞാൻ 2 പുതിനയില ചേർക്കണുണ്ട് കേട്ടോ. ഇത്രയും ഞാൻ ഇല കഴുകി എടുത്തെങ്കിലും ഞാൻ 2 എണ്ണമേ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളൂ. പിന്നെ കുറച്ച് ഐസ് ക്യൂബ് ഇട്ട് കൊടുത്തു. ഇനി ഞാൻ ഇതിലേക്ക് 1 ഗ്ലാസ് പാൽ കൂടി ചേർക്കണുണ്ട് കേട്ടോ. പാൽ വേണ്ടാന്നുള്ളൊരു പാൽ ഒഴിവാക്കുക, നോർമൽ വാട്ടർ ഒഴിച്ച് അടിച്ചെടുത്താലും മതി കേട്ടോ. ഇതിപ്പോൾ കുറച്ച് ഹെൽത്തി ആയിക്കോട്ടെ എന്ന് കരുതിയാണ് ഞാൻ ആ പാൽ കൂടി ഒഴിച്ചത്. പിന്നെ ആവശ്യത്തിനുള്ള മധുരം കൂടി ചേർത്ത് കൊടുത്തു. കുറച്ച് പഞ്ചസാര ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഷുഗർ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ പഞ്ചസാര അങ്ങ് ഒഴിവാക്കുക, ബാക്കിയെല്ലാം കൂടി അടിച്ചെടുത്താൽ മതിയേ. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ഷുഗർ ഒഴിവാക്കിയിട്ട് തേൻ ചേർക്കാം കേട്ടോ. തേൻ ചേർത്ത് അടിച്ചെടുക്കാം. ഇനി ഞാൻ ഇതിലേക്ക് കുറച്ചൊരു പച്ച കളർ ചേർക്കണുണ്ട്. നമ്മൾ പാല് ചേർത്തുകൊണ്ട് ഇതിൻ്റെ കളർ ഒന്ന് ചേഞ്ച് ആകും. അപ്പം വീഡിയോയ്ക്ക് വേണ്ടി ഞാനൊരു കുറച്ച് കളർ ചേർത്തതാണ് കേട്ടോ. വീട്ടിൽ തയ്യാറാക്കുമ്പോൾ നിങ്ങൾ കളർ ഒഴിവാക്കുക. കണ്ടോ, നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. ഒരുപാട് ഗുണങ്ങളുള്ളൊരു ജ്യൂസാണിത് കേട്ടോ. കിവി തന്നെ കഴിക്കാൻ ബുദ്ധിമുട്ടുള്ളവർ ഇങ്ങനെ ജ്യൂസാക്കി കഴിച്ചാൽ മതിയേ. ഇതിപ്പോൾ നമ്മൾ അടിച്ചെടുത്ത സമയത്ത് പാലിന് പകരം നമ്മൾ നോർമൽ വാട്ടർ ചേർത്ത് അടിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ കളർ ഒട്ടും ചേഞ്ച് ആകില്ല കേട്ടോ. കിവിയുടെ ആ ഒരു പച്ച കളറിൽ തന്നെ നമുക്ക് ജ്യൂസ് കിട്ടും. പാൽ കൂടി ചേർക്കുമ്പോൾ ചെറിയൊരു വൈറ്റ് കളറിലേക്ക് ഇത് മാറും. അപ്പോൾ വീഡിയോയ്ക്ക് വേണ്ടി ഞാൻ കുറച്ച് പച്ച കളർ ചേർത്തതാണ് കേട്ടോ. വീട്ടിൽ ചെയ്യുമ്പോൾ ആ കളർ നിങ്ങൾ ഒഴിവാക്കുക. ഹെൽത്തി ആയിട്ടുള്ള നമ്മുടെ ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ.